ഹലോ ഗൈസ്, സൈലന്റ് ട്രിപ്പിന്റെ രണ്ടാം ദിവസമാണെന്ന്. രാവിലെ തന്നെ മോർണിംഗ് വാക്ക് ട്രക്കിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് വിട്ട് ചെങ്ങായിയാണ് നിൽക്കുന്നത്. എണീച്ചപ്പോഴറിയോ ഒരാൾ രാവിലെ തന്നെ ന്യൂസൊക്കെ ഇട്ടിട്ട് ആരോ മുഖ്യമന്ത്രി എന്നുള്ള ചർച്ച കാണാം. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണേ. ട്രിപ്പ് ഭയങ്കര നൈസ്. ദിൽഷാദ് ഉള്ളതുകൊണ്ട് ഭയങ്കര സമാധാനം. കാരണം എന്താ വെച്ചാൽ ഇത്രയും നിഷ്കളങ്കമായിട്ടുള്ള ഒരു കുട്ടിയാണല്ലോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ കുറച്ച് ലുക്കിൽ വന്നതല്ലേ, കുറച്ച് ഫോട്ടോ ഒക്കെ എടുക്കണം എന്ന് വിചാരിച്ചതാണ്. നോക്കുമ്പോൾ എല്ലാ സ്ഥലത്തും അങ്ങോട്ട് തിരിഞ്ഞാലും ഇങ്ങോട്ട് തിരിഞ്ഞാലും ഫോട്ടോ എടുക്കുന്നവർ. പിന്നെ അത്രയും പ്രകൃതി രമണീയുള്ള സ്ഥലമാണല്ലോ. എന്തായാലും ഞങ്ങളിവിടെ വന്ന സമയത്തുള്ള ക്ലൈമറ്റ് അടിപൊളിയേനി. അടുത്ത നമ്മളെ പരിപാടി സിപ്പ് ലൈൻ. ശബരി സാറൊക്കെ ഫുൾ സെറ്റായിട്ട് വന്നതാ. അടുത്തായിട്ട് പോകുന്നത് നമ്മളെ ആണ് നിതിൻ സാർ ഒരുക്കി കൊടുക്കുന്ന നമ്മളെ JD. ഫസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്യാൻ പോവാണ്. എത്രത്തോളം ഉണ്ടാവും നമുക്ക് നോക്കാം. അടിപൊളിയാക്കണം. ചെറിയൊരു പേടിയുണ്ട് എനിക്കൊക്കെ പോകുന്നത് കണ്ടിട്ട്. പിന്നെ എനിക്കേ പോയല്ലോ, അപ്പൊ പിന്നെ സ്വാഭാവികം. കോൺഫിഡന്റ് ആണോ? അടുത്തും പ്രശ്നമൊന്നുമില്ല. കൊടും കാടാ പറഞ്ഞിട്ട് എന്താ, ഒരു കുരങ്ങനെ പോലും കണ്ടിയില്ല. ഈറ്റങ്ങൾ പോണോക്ക് കപ്പിൾസാണ്, എന്താ പോലെ ഒത്തൊരുമ. പിന്നെ അങ്ങോട്ട് ഗെയിംസാണ് ഫുള്ള്. എല്ലാവരും ഓരോ ഗെയിംസിൽ ഇങ്ങനെ മുഴുകി. ഗെയിംസ് എല്ലാം പിന്നെ NS തൂക്കി. അതായത് ഇവിടെയുള്ള എല്ലാ ഇൻഡോർ ഗെയിംസിലും NSന്റെ വൻ മുന്നേറ്റമായിട്ടുള്ള വിജയമാണ്. പിന്നെ ഏറ്റവും കൂടുതൽ ആവേശമുള്ള ഒരു ഗെയിമായിരുന്നു ഇത്. ഈ ഒരു ഗെയിമിനെ കുറിച്ച് എനിക്കൊന്നും അറിയാത്തതുകൊണ്ട് പിന്നെ ഇവർ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലായില്ല. ഇംഗ്ലീഷിൽ മാത്രമല്ല, നാച്ചു സാറ് ടേബിൾ ടെന്നീസിലും പൊളിയാണ്. ഇതെന്താണ് കാവ്യ ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായില്ല. ക്യാമറ കണ്ടപ്പോൾ ക്യൂട്ട്നെസ് ഇട്ടതാണ്. അങ്ങനെ ഉച്ചയ്ക്ക് 2 മണിക്ക് ഞങ്ങൾ ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്തു. ഈ ഒരു ട്രിപ്പോട് കൂടി ഇവരൊക്കെ ആയിട്ട് എനിക്ക് നല്ല കമ്പനി ആവാൻ പറ്റിയിട്ടു. എല്ലാവരും അടിപൊളിയാണ്. അങ്ങനെ ഉച്ചക്ക് നല്ല മന്തിയൊക്കെ കഴിച്ചു. അങ്ങനെ ഞാൻ ഫുഡ് കഴിച്ച് ഇറങ്ങിയപ്പോഴാണ് പുറത്ത് ഭയങ്കര കാര്യമായ ചർച്ച കാണുന്നത്. വേറൊന്നുമല്ല, മുഖ്യമന്ത്രി ആരാവും. ബസ് എടുത്തത് മുതൽ ബസ് എത്തുന്നത് വരെ എല്ലാവരും ഒരേ തുള്ളലായിരുന്നു.